പാറുക്കുട്ടിയുടെ സ്കൂളിംഗ് സ്റ്റാർട്ടായതിനു ശേഷം ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ സ്കൂൾ കുട്ടിയായിട്ടുള്ള പാറുക്കുട്ടിയും പിച്ച വെച്ചോടുന്ന ആര്യൻകുട്ടനുമായിട്ടുള്ള ലൈഫ് എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു കേട്ടോ. അതിനോടൊപ്പം തന്നെ അടിപൊളിയായിരുന്നു. ഇവർ രണ്ടുപേരും രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള ലോകത്തിലാണ് ജീവിക്കുന്നത്. നമ്മളാണെങ്കിലോ ഈ രണ്ട് ലോകത്തിലെ മെയിൻ ക്യാരക്ടറുമാണ്. ഞാനൊരു പാരന്റ് ആയതിനു ശേഷം പാറുട്ടിയുടെ കാര്യത്തിലുണ്ടല്ലോ, ശരിക്കും എനിക്ക് അവളൊരു ടെക്സ്റ്റ് ബുക്ക് തന്നെയായിരുന്നു കേട്ടോ. അതുകൊണ്ട് എന്താ, ആര്യൻകുട്ടനായപ്പോഴത്തേക്കും അവന്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി. ഇവർക്ക് രണ്ടുപേർക്കും ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ പറ്റിയോ ചിന്തിക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. പക്ഷേ നമുക്കങ്ങനെയല്ലല്ലോ. ഇപ്പോൾ ദാ ഈ ബെഡ് ടൈം സ്റ്റോറി തന്നെ കുറച്ച് സമയമെങ്കിലും ഞാൻ കുട്ടികളുടെ കൂടെ ചെലവഴിക്കണം എന്നുള്ള എൻ്റെ ഒരു നിർബന്ധത്തിന്റെ പുറത്താണിത്. ഈ ഒരു സ്റ്റോറിയുടെ കേസ് മാത്രമല്ല കേട്ടോ, കുട്ടികളുടെ ഫ്യൂച്ചറിനെ പറ്റിയും എനിക്ക് വ്യക്തമായിട്ടുള്ളൊരു പ്ലാനിങ് ഉണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുറച്ച് ദിവസം മുന്നേ കണ്ട HDFCയുടെ ഒരു ആഡ് ഫിലിമാണ്. കഴിക്കാം മാമോളെ. വിശക്കുന്നില്ല അമ്മേ. നാളെ മാത്സ് എക്സാം അല്ലേ? അതെ അച്ഛാ. എന്തു പറ്റി മോളെ? എക്സാം എങ്ങനെയായിരിക്കും? 100% കിട്ടുമോ ഇല്ലയോ? നമ്മുടെ ഇപ്പോൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മുടെ ഡെയിലി എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും കൂടിക്കൊണ്ടാണ് വരുന്നത്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു വ്യക്തമായിട്ടുള്ള ഫിനാൻഷ്യൽ പ്ലാൻ എത്രയും പെട്ടെന്ന് തുടങ്ങുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ന് തുടങ്ങാൻ പറ്റുകയാണെങ്കിൽ ഇന്ന് തുടങ്ങാം. നമ്മുടെ കുട്ടികളുടെ ഭാവി നമ്മൾ എത്രയും പെട്ടെന്ന് സുരക്ഷിതമാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ ഞാൻ ഈ കണ്ട ഒരു ആഡ് ഫിലിം, എനിക്കതൊരു പരസ്യം എന്നതിലുപരി എനിക്കത് എല്ലാ പാരൻസിനും വേണ്ടിയിട്ടുള്ളൊരു വേക്കപ്പ് കോൾ ആയിട്ടാണ് തോന്നിയത്. നിങ്ങളിപ്പോൾ ഈ ആഡ് കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് കണ്ടു നോക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു വേക്കപ്പ് കോളാണ്.